ഇല്ലെന്നേ, അത് ഞാൻ നോക്കിയായിരുന്നു. അതെ, ടൂറ് പോകുന്ന രണ്ടുപേരോടാണ് ഈ പാക്കിങ് ലോഡിങ് എല്ലാം രണ്ടുപേരുടെ ചെയ്യണം. അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളുടെ ജോലിയാ, തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇല്ലടാ, ഇല്ലെന്നേ, അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്റെ സാധനം എടുത്ത് വെച്ചല്ലോ അല്ലേ? ഓ, എടുത്തു. കൂട്ടി താക്കോലും സേഫ് ആയിട്ട് വെച്ചല്ലോ. 2 ദിവസം നമ്മൾ സ്ഥലത്തില്ലാത്ത. ഇത്രയ്ക്ക് ടെൻഷനുള്ളതാണ്, അതൊക്കെ തന്നെ ചെയ്താൽ പോരായിരുന്നു. അത് വേണ്ട, അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളുടെ ജോലിയാണ്. എങ്കിൽ കൂടെ ചോദ്യമൊന്നും വേണം, എല്ലാം ഞാൻ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അത്ര അറിഞ്ഞാൽ മതി. ആ ഹലോ ബെന്നിച്ചേട്ടാ, അതപ്പോ? ഓ അത് ശരി. അല്ലല്ല, അത് കുഴപ്പമില്ലെന്നേ, നിങ്ങൾ കൈകാര്യം ചെയ്തോ. ഞാൻ 2 ദിവസത്തേക്ക് സ്ഥലത്തില്ല. നമുക്ക് വന്നിട്ട് അതിന്റെ ബാക്കി എന്നെ സംസാരിക്കാം. എന്താ ഏട്ടാ? ഇപ്പൊ നടക്കുന്ന എല്ലാം നിങ്ങൾ പെണ്ണുങ്ങൾ അറിയണമെന്നുണ്ടോ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാ. ഇവളിത് ആ കവല കടന്ന് തങ്കമച്ചേട്ടല്ലേ, പുള്ളിയുടെ അപ്പവും മരിച്ചുപോയി. എന്നിട്ട് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇത്ര ഉള്ളായിരുന്നു. എന്നോട് പറഞ്ഞ എന്നാ ചത്ത പുള്ളി എനിക്ക് ഓടും. മുടിഞ്ഞ ക്ഷീണം, ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കണം. പെട്ടെന്ന് താക്കോൽ എടുത്തോണ്ട് വഴി. നമ്മുടെ വീടിന്റെ പുറത്തുണ്ടെന്ന് മാവാരന്റെ വെട്ടിക്കൊണ്ട് പോയി. എടി, അത് തങ്കമച്ചേട്ടൻ്റെ അപ്പൂപ്പന്റെ ചടങ്ങിനാണ് നമ്മൾ കൊടുത്തല്ലേ. നമ്മൾ പോയ വഴിക്ക് ഫോൺ വിളിച്ചില്ലായിരുന്നോ? ഞാൻ അവരോട് വെട്ടിക്കോളാൻ പറഞ്ഞു. നന്നായി. എടുക്കാനോട് ഞാൻ എത്ര വട്ടം ചോദിച്ചാടോ അന്നേരം ആരാ വിളിച്ചത്, എന്തിനാ വിളിച്ചതെന്ന്. അപ്പൊ എനിക്ക് പെണ്ണുങ്ങളൊന്നും അറിയണ്ട. എടോ, ഞാൻ മാവിന്റെ പൊത്താടെ വീട് പൊട്ടി താക്കോലെടുത്ത് വെച്ചത്. അല്ല, അപ്പൊ ഇനി വീടോ? വീട് തന്നെ വല്ല പറമ്പിൽ പോയി കിടക്കും.